ഓട്ടിസം എന്ന് പറയുന്ന കുട്ടികളിൽ കാണുന്ന ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. ഇതൊരു രോഗമല്ല, ഇതൊരു കണ്ടീഷനാണ്. മനസ്സിലായില്ലേ? കുഞ്ഞുങ്ങൾ പ്രായത്തിനനുസരിച്ച് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ശരിയായിട്ട് പെരുമാറാനോ സാമൂഹികമായിട്ട് ഇടപെടാനോ ഉള്ള ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മളിത് കൂടുതൽ ഓട്ടിസമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ. നമ്മളുടെ ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ മുമ്പ് രോഗപ്രതിരോധ ശേഷിയുണ്ടോ, പൊക്കമുണ്ടോ, തൂക്കമുണ്ടോ, അല്ലെങ്കിൽ പ്രായത്തിനനുസരിച്ചുള്ള കുട്ടി വളരുന്നുണ്ടോയെന്ന് പരിശോധിക്കുന്ന വാക്സിനേഷൻ എടുക്കുന്നുണ്ടോ. നമ്മുടെ നാട്ടിൽ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ എന്നാണ്. 2 വയസ്സ് മുതൽ ഈ കുഞ്ഞ് സിംറ്റംസ് കാണിച്ചു തുടങ്ങും. അപ്പോൾ ഈ സിംറ്റംസ് മനസ്സിലാക്കാനും വളരെ പെട്ടെന്ന് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ആൾക്കാർ പേരൻസാണ്. കുട്ടി ജനിച്ചതിന് ശേഷമുള്ള 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ് വരെയുള്ള കാലഘട്ടം കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളരെ ക്രൂഷ്യലാണ്. ആ സമയത്ത് കിട്ടുന്ന ഇൻ്റർവെൻഷൻ കൊണ്ട് ഇതിന് റിക്കവറി നമുക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഏർലി ഐഡൻറ്റിഫിക്കേഷൻ, ഏർലി ഇൻ്റർവെൻഷൻ എന്ന് ഞങ്ങൾ എപ്പോഴും മെസ്സേജ് കൊടുക്കാറുള്ളത്. 4.5 വയസ്സിൽ ഒരു കുഞ്ഞിന് നിങ്ങൾക്ക് 3 മാസം കൊണ്ട് ഉണ്ടാകുന്ന പുരോഗതി 7 വയസ്സ് കഴിഞ്ഞാൽ 1 വർഷമോ 9 മാസമോ അതിൽ കൂടുതലോ വേണ്ടി വരും. ഇന്ത്യയിലെ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് 59 കുട്ടികളിൽ ഒരാൾക്ക് ഓട്ടിസം ഉണ്ടെന്നാണ് കണ്ടെത്തൽ. ജുവൽ ഓട്ടിസം ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ ഡോക്ടർ ജെയിംസൺ സാമുവലുമായി നമുക്ക് ഇതേപ്പറ്റി കൂടുതൽ സംസാരിക്കാം. ശരിക്കും ഏത് പ്രായത്തിലാണ് നമ്മൾ ഈ ഓട്ടിസം കറക്റ്റായി കണ്ടുപിടിക്കേണ്ടത്? ഓട്ടിസം എന്ന് പറയുന്നത് നമുക്ക് ചെറുപ്പം മുതലേ കുട്ടികളിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങാൻ പറ്റും. എന്നാലും കൂടുതലും കുട്ടികൾ ഈ 1.5 വയസ്സ് ജനിച്ച് 1.5 വയസ്സിനും 2 വയസ്സിനും ഇടയ്ക്കാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് ശാസ്ത്രീയമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നത്. ഒരുപാട് കുട്ടികൾ 1.5 വയസ്സ് വരെ സംസാരിച്ച് തുടങ്ങുന്നത്, അതായത് സാധാരണ ഒരു കുട്ടിയെ പോലും ജനിച്ച് ഇരിക്കാനും നടക്കാനും ഒക്കെ തുടങ്ങി കുറച്ച് വാക്കുകൾ പറയാൻ തുടങ്ങിയതിന് ശേഷം 1.5 വയസ്സ് 2 വയസ്സിന് ഇടയ്ക്ക് വെച്ച് നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് കുട്ടികൾ വിളിച്ചാൽ ശ്രദ്ധിക്കുന്നില്ല, ആവശ്യങ്ങൾ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നില്ല, അതുപോലെ തന്നെ മറ്റാളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും കൂട്ടുകൂടാനോ ഇടപെടാനൊന്നും താല്പര്യം പ്രകടിപ്പിക്കുക, അത് ഒറ്റയ്ക്ക് പോയിരിക്കുക, പ്രത്യേക തരത്തിലുള്ള കളികളും ചേഷ്ടകളും പ്രകടിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഏറ്റവും നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ 2 വയസ്സിന് മുമ്പായിട്ട് അല്ലെങ്കിൽ 1.5 വയസ്സിനും 2 വയസ്സിനും ഇടയ്ക്ക് വെച്ച് നമുക്കിത് ശാസ്ത്രീയമായിട്ട് പരിശോധിക്കാനും അല്ലെങ്കിൽ ഇത് കണ്ടെത്താനും നമുക്ക് കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തന്നെ ആദ്യം ചോദിക്കാം, എന്താണ് ഓട്ടിസം? ഓട്ടിസം എന്ന് പറയുന്ന കുട്ടികളിൽ കാണുന്ന ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. ഇതൊരു രോഗമല്ല, ഇതൊരു കണ്ടീഷനാണ്. മനസ്സിലായില്ലേ? കുഞ്ഞുങ്ങൾ പ്രായത്തിനനുസരിച്ച് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ശരിയായിട്ട് പെരുമാറാനോ സാമൂഹികമായിട്ട് ഇടപെടാനോ ഉള്ള ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മളിത് കൂടുതൽ ഓട്ടിസമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ. അതിന് നമ്മൾ ഓട്ടിസം എന്നുള്ളൊരു വാക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ്. ഓട്ടിസം പോലെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നവരെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ ഹെൽത്ത്, അതായത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് വെയിറ്റ് ഇല്ല, ഹൈറ്റ് ശരിയാകുന്നില്ല എന്നുള്ള ഒരുപാട് കൺസേൺസ് നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഒരുപാട് കൺസേൺസ് ഉയർത്താറുണ്ട്. എന്നാൽ പക്ഷേ ഈ പറയുന്നത് പോലെ അവരുടെ ഇന്റലക്ച്വലി ഉള്ള അല്ലെങ്കിൽ അവരുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളർച്ച അത് എങ്ങനെയാണ്, അതിന്റെ ഹെൽത്ത് എങ്ങനെയാണെന്ന് മാത്രം ചെക്ക് ചെയ്യാത്തൊരു അവസ്ഥ ഇപ്പൊ നിലനിൽക്കുന്നില്ലേ? അപ്പോൾ നമ്മളുടെ ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ മുമ്പ് രോഗപ്രതിരോധ ശേഷിയുണ്ടോ, പൊക്കമുണ്ടോ, തൂക്കമുണ്ടോ, അല്ലെങ്കിൽ പ്രായത്തിനനുസരിച്ചുള്ള കുട്ടി വളരുന്നുണ്ടോയെന്ന് പരിശോധിക്കുന്ന വാക്സിനേഷൻ എടുക്കുന്നുണ്ടോ. നമ്മുടെ നാട്ടിൽ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിലോ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഒന്നും അങ്ങനെയല്ല. അവർ കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനോടൊപ്പം തന്നെ കുട്ടിയുടെ ബുദ്ധിവികാസം, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, കുട്ടിയുടെ ഭാഷാ വികാസം, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, കുട്ടിയുടെ സാമൂഹികവും മാനസികമായിട്ടുള്ള വികാസം, അതായത് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, കുട്ടിക്ക് കളിക്കാനുള്ള ഡെവലപ്മെൻറ്റ്, അതായത് 1 വയസ്സിൽ കളിക്കുന്ന പോലെ അല്ല കുട്ടി 3 വയസ്സിൽ കളിക്കുന്നത്, 3 വയസ്സ് കളിക്കുന്ന പോലെ അല്ല കുട്ടി 5 വയസ്സാകുമ്പോൾ കളിക്കേണ്ടത്. അപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്ന കളിക്കുന്നതും ഒരാളോട് കൂട്ടുകൂടി കളിക്കുന്നതും ഗ്രൂപ്പിൽ കളിക്കുന്നതും അങ്ങനെ പലതരത്തിൽ കുട്ടിയുടെ കളിക്കാനുള്ള കഴിവിൽ പോലും പ്രായത്തിനനുസരിച്ച് മാറ്റം. അപ്പം കുട്ടിയുടെ ബുദ്ധിവികാസം, ഭാഷാശേഷിയിലുള്ള
വികാസം, അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, പ്ലേ ഡെവലപ്മെൻറ്റ്, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, ഇങ്ങനെ സെൻസറി ഇൻ്റഗ്രേഷൻ, ഇങ്ങനെ ഒരു 8 പ്രധാനപ്പെട്ട മേഖലകൾ നമുക്ക് പറയാൻ പറ്റും. ഈ എല്ലാ മേഖലകളിലും ഈ കുട്ടി പ്രായത്തിനനുസരിച്ച് കുട്ടി വികാസം എടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായി ശാസ്ത്രീയമായി പരിശോധിച്ചറിയേണ്ടതാണ്. അപ്പോൾ അതായത് കുട്ടി നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടോ എന്ന് മാത്രം പരിശോധിച്ചറിഞ്ഞാൽ കുട്ടി ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഒരു അനുമാനത്തിലെത്താൻ പറ്റില്ല. ഹെൽത്ത് ചെക്കപ്സിന് പോകുന്നതിനോടൊപ്പം കുട്ടിയുടെ ഡെവലപ്മെൻറ്റൽ സ്ക്രീനിങ്ങും നമ്മൾ ചെയ്യേണ്ടതാണ്. അത് നമുക്ക് ഇതുപോലൊരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ വന്ന് ചെയ്യാൻ പറ്റും. ചെയ്തു കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ നമുക്ക് ഓട്ടിസമോ ADHD അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് കുട്ടിക്കുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാൽ നമുക്ക് കൃത്യസമയത്ത് തന്നെ ആ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഒരു കുട്ടിയെ സ്കൂളിൽ എത്തിക്കാൻ പറ്റും. ഉദാഹരണത്തിന് 0 to 4 years, അതായത് കുട്ടി ജനിച്ചതിന് ശേഷമുള്ള 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ് വരെയുള്ള കാലഘട്ടം കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളരെ ക്രൂഷ്യലാണ്. ആ സമയത്ത് കിട്ടുന്ന ഇൻ്റർവെൻഷൻ കൊണ്ട് ഇതിന് റിക്കവറി നമുക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഏർലി ഐഡൻറ്റിഫിക്കേഷൻ, ഏർലി ഇൻ്റർവെൻഷൻ എന്ന് ഞങ്ങൾ എപ്പോഴും മെസ്സേജ് കൊടുക്കാറുള്ളത്. ഇപ്പോ ഏർലി ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞല്ലോ, അതായത് അത് ആദ്യം കണ്ടെത്തേണ്ടതെന്ന് പറയുന്നത് പേരൻസ് ആണ് കുട്ടികളെ. ആ പേരൻസിന് എങ്ങനെയാണ് ഇത് എത്രയും പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുക? യെസ്, നല്ലൊരു ചോദ്യമാണത്. ഇപ്പം പേരൻസ് മുമ്പുണ്ടായിരുന്ന പേരൻസിനെ പോലെയല്ല. ഇപ്പം എല്ലാവരും രാവിലെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുമ്പോൾ അമ്മ ജോലിക്ക് പോകുന്നു. ഇപ്പോൾ വിദേശ രാജ്യങ്ങളെല്ലാം പോകുന്നവർ അങ്ങനെയാണ് അല്ലേ? കുട്ടികളെ ഒറ്റയ്ക്കിട്ടിട്ട് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ എല്ലാവരും വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്നവരാണ്. പണ്ട് കാലത്ത് നമ്മുടെ അമ്മമ്മയുണ്ടായിരുന്നു, അപ്പൂപ്പനുണ്ടായിരുന്നു, അല്ലെങ്കിൽ അമ്മാവനുണ്ടായിരുന്നു, വീട്ടിൽ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അവരെല്ലാവരും കുട്ടിയോടൊപ്പം ചിലവഴിക്കുകയും ഇടപെടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ പേരൻസ് പലപ്പോഴും കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പറഞ്ഞ ചോദ്യത്തിലുള്ള കൃത്യമായ മറുപടി പറയുകയാണെങ്കിൽ മനസ്സിലായി, 2 വയസ്സായിട്ടും കുട്ടി സംസാരിക്കുന്നില്ല, അവൻ്റെ ആവശ്യങ്ങൾ പറയുന്നുണ്ടോ, പേര് വിളിച്ചാൽ നോക്കുന്നുണ്ടോ, മറ്റ് കുടുംബാംഗങ്ങളോടൊപ്പം ഇടപെടാൻ ശ്രമിക്കുന്നുണ്ടോ, മനസ്സിലായില്ല. അപ്പം ഈ ചെറുപ്പം മുതലേ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ ശ്രദ്ധിച്ചു വരണം. അപ്പം കുട്ടി 2 വയസ്സായിട്ടും സംസാരിക്കുന്നില്ല, നമ്മൾ വിളിക്കുമ്പോൾ മുഖത്തേക്ക് നോക്കുന്നില്ല, അതുപോലെ മറ്റ് കുടുംബാംഗങ്ങളുമായിട്ട് ഇടപെടാൻ കുട്ടിക്ക് കഴിയുന്നില്ല, ഇവൻ നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാനോ പ്രതികരിക്കാനോ, സ്പോക്കൺ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും ഈ സ്പീച്ച് അല്ലാതെ എക്സ്പ്രസീവ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിലും കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. അതുപോലെ തന്നെ കുട്ടികൾ ഒരു പ്രത്യേക തരത്തിലുള്ള ബിഹേവിയേഴ്സ് കാണിക്കാം. കൈകൊണ്ടുള്ള ചില ചേഷ്ടകൾ, കൈ ഫ്ലാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വിരൽ നോക്കുക, മനസ്സിലായല്ലേ, ഉപ്പൂറ്റി ഉറപ്പിക്കാതെ നടക്കുക, അല്ലെങ്കിൽ ചില കളിപ്പാട്ടങ്ങൾ, നമ്മൾ കളിപ്പാട്ടങ്ങൾ കൊടുത്തു സാധാരണ കുട്ടികളെ പോലെ അവരുടെ ഇമാജിനേഷൻ ഉപയോഗിച്ച് കളിക്കാതെ, അതായത് വണ്ടി കൊടുത്താൽ ഉരുട്ടി കളിക്കുന്നതിന് പകരം വണ്ടി തിരിച്ചിട്ടിട്ട് വീല് കറക്കി നോക്കുക, മനസ്സിലായില്ലേ. ഒരു കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ അത് കുലുക്കി കളിക്കുന്നതിന് പകരം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോളിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഫീഡ് ചെയ്യുകയോ അതിന് മുടി ചെയ്ത് കൊടുക്കുകയോ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്നതിന് പകരം ആ ഡോൾ അടിച്ചടിച്ച് ശബ്ദം ഉണ്ടാക്കി കളിക്കുക, അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ ചുമ്മാ വെറുതെ വരിയായിട്ട് നിരത്തി വെക്കുക. അപ്പോൾ അവരുടെ കളികൾ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അവർ സങ്കല്പിച്ച് അല്ലെങ്കിൽ ഇമാജിനേഷൻ ഉപയോഗിച്ച് കളിക്കുന്നില്ല, മറ്റു കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കില്ല, എപ്പോഴും ഒറ്റയ്ക്ക് പോയിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാത്ത പോലെ പെരുമാറുക. 3, 7, 8 പ്രാവശ്യം വിളിച്ചാലും ശ്രദ്ധിക്കില്ല. ഇപ്പോൾ പേരൻസ് വിചാരിക്കുന്നവർ ചെവി കേൾക്കുന്നില്ല, പക്ഷെ അവർക്ക് ചെവി കേൾക്കുന്നുണ്ട്. TV എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോൾ ഓടി വന്ന് കാണുന്നതാണ്. അപ്പോൾ സംസാര ഭാഷയോട് പ്രതികരിക്കുന്നില്ല, സംസാര ഭാഷ ഉപയോഗിക്കുന്നില്ല, സാമൂഹികമായിട്ട് ഇടപെടുന്നില്ല, പ്രത്യേക തരത്തിലുള്ള ചില പെരുമാറ്റ ചേഷ്ടകൾ കാണിക്കുക. ഇതൊക്കെയാണ് നമുക്ക് പേരൻസിന് ചെറിയ പ്രായത്തിലെ ഇത് ശ്രദ്ധിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. കുട്ടിയുടെ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ കുഞ്ഞ് വർത്താനം പറയുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ, ആളുകളായിട്ട് ഇടപെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും കുഞ്ഞിനോടൊപ്പം സമയം, പേരൻസിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മളുടെ പേരൻസിന് കുഞ്ഞുങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും കുഞ്ഞ് ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന്. ഡെവലപ്പ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ ഈ സ്ക്രീനിങ് ചെയ്ത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു അസസ്മെൻറ്റ് ചെയ്ത് എന്തെങ്കിലും ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ ഉണ്ടെന്നത് കണ്ടെത്താൻ പറ്റും. അത് നമുക്ക് ഇതുപോലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ വന്നിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ പേരൻസ് എപ്പോഴും ചെയ്യേണ്ടത് കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കണം. കുട്ടികളെ പണ്ടത്തെ കാലം പോലെ അപ്പൂപ്പനോ അമ്മൂമ്മയോ അമ്മാവനോ അമ്മായിയോ ഒന്നും വീട്ടിലില്ല, മനസ്സിലായല്ലേ. സിബ്ലിങ്സും വളരെ കുറച്ച് പേര് ഒരു കുട്ടി കാണും സിബ്ലിംഗ് ആയിട്ട്. അപ്പം പേരൻസ് കുട്ടികളെ നന്നായി നിരീക്ഷിക്കുക, കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുക. 1.5 വയസ്സ് കഴിഞ്ഞതിന് ശേഷം കുട്ടി വർത്തമാനം പറയുന്നുണ്ടോ, ചോദിക്കുന്നതിന് മറുപടി പറയുന്നുണ്ടോ, ആവശ്യങ്ങൾ പറയാൻ തുടങ്ങി. അതായത് 1.5 വയസ്സ് ചോദിക്കുന്നതിന് മറുപടി പറയില്ലായിരിക്കാം, പക്ഷെ സ്വന്തം ആവശ്യങ്ങൾ 2 വയസ്സായ ഒരു കുട്ടി നമ്മളോട് വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്, മനസ്സിലായില്ല. അതോടൊപ്പം തന്നെ നമ്മൾ വിളിച്ചാൽ മുഖത്തേക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ,
നമ്മൾ പറയുന്ന ഡയറക്ഷനിലേക്ക് നോക്കുന്നുണ്ടോ, വീടിലുള്ള മറ്റു കുടുംബാംഗങ്ങളുമായിട്ട് ഇടപെടുന്നുണ്ടോ, സാധാരണ മറ്റു കുട്ടികളെ പോലെ തന്നെ കൂട്ടുകൂടാനും കളിക്കാനും മനസ്സിലായല്ലേ ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തുക. എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ കുട്ടിയെ ഈ മേൽപ്പറഞ്ഞ പോലെ പ്രോപ്പറായിട്ടുള്ളൊരു ചൈൽഡ് ഡെവലപ്മെൻറ്റൽ സ്ക്രീനിങ് അല്ലെങ്കിൽ ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ, ഇതുപോലെ ജുവൽ ഓട്ടിസം സെൻറ്റർ പോലെയുള്ള ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ കൊണ്ടുവന്ന് ശാസ്ത്രീയമായിട്ടുള്ള അസസ്മെൻറ്റിന് വിധേയമാക്കുക. അസസ്മെൻറ്റ് ചെയ്തതിന് ശേഷം കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ ഓട്ടിസം ആണോന്ന് തന്നെ ഇല്ല, ഡെവലപ്മെൻറ്റൽ ഡിലേ ആവാം, അല്ലെ ADHD അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആയിരിക്കാം, എന്തെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ നീഡ് ഉണ്ടോ എന്ന് തിരിച്ചറിയാം. ചെറിയ പ്രായത്തിൽ തിരിച്ചറിയാൻ നമുക്ക് പൂർണ്ണമായിട്ടത് പരിഹരിച്ചെടുക്കാൻ പറ്റും. ചെറിയ പ്രായം എന്ന് പറയുമ്പോൾ 1.5 വയസ്സിലോ 2 വയസ്സിലോ 2.5 വയസ്സിന് മുമ്പായിട്ട് തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ 3-4 വയസ്സ് വരെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഭയങ്കര ഹയർ ആയിരിക്കും. മനസ്സിലായത് നമ്മുടെ ബ്രെയിനിന് ന്യൂറോൺസിന് നമ്മൾ ഈ ബ്രെയിനിലുള്ള ന്യൂറോണൽ ട്രാൻസ്മിഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. അതെ, അതുകൊണ്ട് തന്നെ യങ്ങർ ഏജിൽ അല്ലെങ്കിൽ ഏർലി ഇയേഴ്സിൽ കുട്ടിക്ക് ഇൻ്റർവെൻഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവരെ വേഗം തെറാപ്പി അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻ കൊടുത്ത് റിക്കവർ ചെയ്ത് സ്കൂളിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ നമ്മൾ പ്രൈമറി എങ്ങനെയാണ് ഡിറ്റക്ഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പം അതിന്റെ കൂടെ തന്നെ പറഞ്ഞു, അതായത് എങ്ങനെ നെക്സ്റ്റ് ഇപ്പോൾ ഒരു പേരന്റിന് ഒരു സംശയം തോന്നുന്നു, സംശയം തോന്നിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആരെ സമീപിക്കണം എന്നുള്ള ഒരു ഡൗട്ടാണ് ഉണ്ടാവുക. ശരിക്കും ആരെയാണ് നമ്മൾ ആദ്യം സമീപിക്കേണ്ടത്? എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് നമ്മൾ കൊണ്ടുപോകേണ്ടത്? ചിലത് ഒരുപക്ഷെ ഡിലേ ആയിരിക്കാം, ഓട്ടിസം തന്നെ ആയിരിക്കില്ല. അപ്പം ആരെയാണ് കൃത്യമായി ഇതിൽ നമ്മൾ കാണേണ്ടത്, കൺസൾട്ട് ചെയ്യുന്നത്? ഇത് സാധാരണഗതിയിൽ നമുക്ക് പീഡിയാട്രിഷ്യനെ കാണുമ്പോൾ തന്നെ അവരൊരു സംശയം തോന്നുകയാണെങ്കിൽ നേരെ ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലേക്ക് കുട്ടിയെ റെഫർ ചെയ്യും. ഈ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ള എല്ലാ ഡെവലപ്മെൻറ്റ്സും കുട്ടി നേടിയെടുത്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് നമ്മളൊരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓട്ടിസം സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ വ്യത്യസ്തമായ ഡിസിപ്ലിനുള്ള ചൈൽഡ് ഡെവലപ്മെൻറ്റൽ പ്രൊഫഷണൽസ് ഒത്തൊരുമിച്ച്, അതായത് മൾട്ടി ഡിസിപ്ലിനറി ലെവലിലാണ് ഈ കുട്ടിയുടെ ശാസ്ത്രീയമായിട്ടുള്ള അസസ്മെൻറ്റ് പൂർത്തിയാക്കുക. ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ്, പീഡിയാട്രിക് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്, അതുപോലെ ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിഷ്യൻ, അങ്ങനെ ഒരു 3-4-5 പേരടങ്ങുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് ഈ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് ശരിയായ രീതിയിൽ നേടിയെടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റൽ നീഡ് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റൽ ഇഷ്യൂ കുട്ടിക്കുണ്ടോ, അതിന് ട്രീറ്റ്മെൻറ്റ് വേണോ വേണ്ടോ, അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടതെന്നുള്ളത് നിശ്ചയിക്കും. അതുകൂടാതെ തന്നെ ഇപ്പം നമ്മൾ പീഡിയാട്രിഷ്യൻ എടുത്ത് പോയിട്ട് വരണമെന്ന് നിർബന്ധമില്ല. ഒരു കുട്ടിക്ക് പ്രായത്തിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, കുഞ്ഞിൻ്റെ പെരുമാറ്റങ്ങളും കുഞ്ഞ് കളിക്കുന്നുണ്ടോ, കൂട്ടുകൂടുന്നുണ്ടോ, കുഞ്ഞുമായിട്ട് കൂടുതൽ സമയം പേരൻസ് എപ്പോഴും ചിലവഴിക്കണം ഇന്നത്തെ കാലത്ത്. അപ്പോൾ കുഞ്ഞിൻ്റെ സംസാരിക്കാനുള്ള കഴിവിലോ ശ്രദ്ധിക്കാനുള്ള കഴിവിലോ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണുകയാണ്, അപ്പോൾ തന്നെ പേരൻസിന് നേരിട്ട് ഈ കുഞ്ഞിനെ ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റൽ ക്ലിനിക്കിലോ ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലോ കൊണ്ടുവന്ന് നമുക്കൊരു പീഡിയാട്രിഷ്യൻ പോലും അവരുടെ പോലും നിർദ്ദേശമില്ലാതെ നേരിട്ട് വന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സ്ക്രീനിങ് ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ ഡിലേയും അതേപോലെ തന്നെ ഓട്ടിസവും പറയുന്നുണ്ട്. എന്താണ് ഈ ഡിലേയും ഓട്ടിസവും തമ്മിലുള്ള വ്യത്യാസം? അതെ, അപ്പോൾ ഈ പലപ്പോഴും ഇത് ഒരു നല്ലൊരു ചോദ്യമാണ്. എപ്പോഴും ഈ സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ചില ഡെവലപ്മെന്റ്സ് കുറച്ച് ഡിലേഡ് ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് ഓട്ടിസം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഓട്ടിസം മാത്രമല്ല, പലതരത്തിലുള്ള ഡെവലപ്മെന്റൽ ഡിലേസ് കുട്ടികൾ കാണാവുന്നതാണ്. പണ്ട് ഉള്ള കാലത്തുള്ളതുപോലുള്ള സ്റ്റിമുലേഷൻ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അപ്പം എല്ലാ ഡെവലപ്മെന്റൽ ഡിലേ ഓട്ടിസം അല്ല. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ വളരുന്ന കുട്ടികൾ, നമ്മുടെ നാട്ടിൻപുറത്ത് വളരുന്ന കുട്ടികൾ അത്ര സ്റ്റിമുലേഷൻ കിട്ടിയെന്ന് പറയില്ല. അവിടെ പല ഭാഷ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കാം. മനസ്സിലായില്ല. അതുകൊണ്ട് കുട്ടിക്ക് അത് ഒരുപാട് ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു എക്സ്പോഷറോ ഓപ്പർച്യൂണിറ്റിയോ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഓട്ടിസം എന്ന് പറയുന്നത് ഒരു ഡിലേ, എത്ര ഡിലേ വരുന്നു, പ്രധാനമായിട്ടും നമ്മൾ ഡിലേ നോക്കുന്നത് സംസാര ഭാഷ ഉപയോഗിക്കുന്നില്ല. കുട്ടി സംസാരിക്കുന്നുണ്ടോ, 2 വയസ്സായ കുട്ടിയുടെ ആവശ്യങ്ങൾ പറയുന്നുണ്ടോ, നമ്മൾ വിളിച്ചാൽ ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മൾ കുട്ടിയോട് സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, കുട്ടി മറ്റുള്ളവരുടെ ഇടപെടാനും കൂട്ടുകൂടാനും സാമൂഹികമായിട്ട് പെരുമാറാനും താല്പര്യം കാണിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് സോഷ്യൽ ബിഹേവിയർ, ഈ 3 മേഖലയിലുള്ള ഡെവലപ്മെൻറ്റ്സ് സാരമായി ഡിലേ വരുമ്പോഴാണ് നമ്മൾ ഓട്ടിസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തുന്നത്, അല്ലെ ഓട്ടിസം ആകാനുള്ള സാധ്യത കൂടുതലുണ്ടാകുന്നത്. സാധാരണ ഒരു 6 മാസത്തെ, ഇപ്പോൾ സംസാരിക്കാനുള്ള സ്റ്റിമുലേഷൻ കുറഞ്ഞ് പുറത്ത് വളർന്നൊരു കുട്ടിയാണ്, 6 മാസം വരെയുള്ളൊരു ഡിലേ ഉണ്ടാവാം. പക്ഷെ അത് ചിലപ്പോൾ നമ്മൾ നാച്ചുറലി വീട്ടിൽ കുറച്ചുകൂടെ സ്റ്റിമുലേറ്റ് ചെയ്താൽ മാത്രം മതിയാവും.
നമുക്ക് ഓട്ടോമാറ്റിക്കലി കുട്ടി ഒരു സ്റ്റിമുലേഷൻ, നാച്ചുറൽ സ്റ്റിമുലേഷൻ കിട്ടുമ്പോൾ കുട്ടി അത് ഓവർകം ചെയ്ത് വന്നാൽ, എന്നാൽ പോലും നമ്മളത് വിലയിരുത്തണം. നാച്ചുറൽ സ്റ്റിമുലേഷൻ കൊണ്ട് മാത്രം മാറുന്നതാണോ, പ്രൊഫഷണൽ ലെവലിലുള്ള സ്റ്റിമുലേഷൻ വേണോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഓട്ടിസം കൂടാതെ തന്നെ നമുക്ക് മോട്ടോർ ഡിലേ, ഉദാഹരണത്തിന് ഒരു കുട്ടി 3-ാം മാസം കഴുത്തുറയ്ക്കണം, 5 മാസം ആകുമ്പോൾ തറയിലിരിക്കണം, 7 മാസം 8 മാസം ആകുമ്പോൾ മുട്ടയെ വലിയണം, അല്ലെങ്കിൽ 4 കാലം നീന്തണം, 10 മാസം ആകുമ്പോൾ പിടിച്ചു നിൽക്കണം, 13 മാസം 14 മാസം ആകുമ്പോഴേ പിടിക്കാതെ നടക്കണം. അപ്പോൾ ഇങ്ങനെ മോട്ടോർ ഡിലേ വന്നാൽ അത് ഓട്ടിസം അല്ല, മനസ്സിലായല്ലേ? അതുപോലെ തന്നെ ഇപ്പൊ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളുണ്ട്. പ്രായം 2 വയസ്സായ കുട്ടി സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നടക്കാനും തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ബുദ്ധിവികാസക്കുറവുണ്ട്. അപ്പൊ ഡിലേ എന്ന് പറയുന്ന ഏത് തരത്തിലുള്ള ഡിലേ ആവാം. ബുദ്ധിവികാസക്കുറവ്, മെന്റൽ റിട്ടാർഡേഷൻ ഉള്ള കുട്ടികളുണ്ടാവാം, മോട്ടോർ ഡിലേ, ചലനശേഷിയിലുള്ള ഡിലേ ഉണ്ടാവാം. ഓട്ടിസം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആശയവിനിമയം ചെയ്യാനുള്ള ഡിലേയും സാമൂഹികമായിട്ട് ഇടപെടാനുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ചില പ്രത്യേക തരത്തിലുള്ള ചേഷ്ടകളും പെരുമാറ്റങ്ങളും കുട്ടി പ്രകടിപ്പിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ ഓട്ടിസം എന്ന് വിലയിരുത്തുന്നത്. പക്ഷെ ഓട്ടിസം ഉണ്ടായാൽ മാത്രമേ ഏർലി ഇന്റർവെൻഷൻ ചെയ്യാൻ പാടുള്ളൂ എന്നല്ല ഞാൻ പറഞ്ഞത്. എന്ത് തരത്തിലുള്ള ഡിലേ ഉണ്ടെങ്കിലും നമ്മൾ ശാസ്ത്രീയമായി അതിന് പരിശീലനം അല്ലെങ്കിൽ തെറാപ്പി കൊടുത്ത് നമ്മൾ കുട്ടിയെ മാറ്റിയെടുക്കാനുള്ള സംവിധാനം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഇന്ന് ഉണ്ട്. ഹ്യൂമൻ ഇന്ററാക്ഷൻ ഇതിൽ വലിയൊരു ഘടകമാണല്ലോ ഓട്ടിസത്തിന്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ അടുത്ത കുറച്ച് വാർത്തകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്ന ഒരു പുതിയൊരു ഇതുണ്ടാവുന്നത്, അതായത് പോസ്റ്റ് കോവിഡ് എറയിൽ ഇപ്പൊ ഉണ്ടാവുന്ന ഒന്നാണ്. അതായത് കുട്ടികൾ കൂടുതലായിട്ട് സ്ക്രീൻ ടൈം വരുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഓട്ടിസം കുട്ടികളിൽ വരുന്നു എന്നുള്ളൊരു, അതായത് മുമ്പ് കാലങ്ങളിൽ ഉള്ളതിനെ അപേക്ഷിച്ച് ഇപ്പം ഈ പോസ്റ്റ് കോവിഡിന് ശേഷം കുട്ടികൾ പുറത്തേക്ക് പോകുന്നില്ലായിരുന്നു, സ്കൂളിൽ പോകുന്നില്ലായിരുന്നു, മറ്റു കുട്ടികളുമായിട്ട് ഇടപെടുന്നില്ലായിരുന്നു. അതുമാത്രമല്ല ഈ ഒരു സമയത്തായാലും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള കാലയളവിലാണ് കുട്ടികൾ സ്ക്രീൻ എക്സ്പോഷർ കൂടുതലായിട്ട് മുമ്പുള്ള കുട്ടികളെക്കാൾ കണ്ടുവരുന്നുണ്ട്. കുട്ടികൾ നിങ്ങളിപ്പോൾ പൊതുസ്ഥലങ്ങളിൽ പോയി നോക്കിയാൽ, ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കാണാം പേരൻസ് കുഞ്ഞിനെ അടക്കി ഇരുത്താനായിട്ട് മൊബൈൽ കൊടുക്കുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മൾ ഏത് പബ്ലിക് പ്ലേസിൽ പോയാലും കുട്ടികൾ മൊബൈൽ വെച്ച്, അപ്പോൾ പേരൻസ് വിചാരിക്കും അവൻ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഈ ടെക്നോളജി അല്ലെങ്കിൽ എല്ലാം പഠിച്ചു വരുന്നുണ്ട്. പക്ഷേ ശാസ്ത്രീയമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 വയസ്സ് 3 വയസ്സ് വരെ കുട്ടികൾക്ക് സ്ക്രീൻ എക്സ്പോഷർ കൊടുക്കാനേ പാടില്ല. അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അത് സാരമായി ബാധിക്കും. അപ്പോൾ ഈ വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത് മറ്റു കുട്ടികളുമായിട്ടോ സമൂഹമായിട്ടോ അല്ലെങ്കിൽ പ്രകൃതിയായിട്ടോ ബന്ധപ്പെടാൻ ഉള്ള അങ്ങനെയുള്ള എക്സ്പീരിയൻസോ കിട്ടാത്ത കുട്ടികൾ കൂടുതലും സ്ക്രീനിൽ തന്നെ കൂടുതൽ നേരം സമയം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേന് അവരുടെ ന്യൂറോ മെച്ചുറേഷൻ കാലയളവിൽ അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ശരിയായ ദിശയിൽ നടക്കുന്നില്ല, അവരുടെ ബ്രെയിനിലേക്ക് ആവശ്യമുള്ള സ്റ്റിമുലസ് കിട്ടുന്നില്ല. ഒരു ടിപ്പിക്കലി ഡെവലപ്പിംഗ് ചൈൽഡ് എന്താ പറയുന്നത്, പ്രകൃതിയുമായിട്ട് ഇണങ്ങി, മനുഷ്യരുമായിട്ട് ഇണങ്ങി, മനസ്സിലായല്ലേ, പട്ടിയും പൂച്ചയും മണ്ണും മരങ്ങളും, മനസ്സിലായല്ലേ, വെള്ളവും, വെള്ളത്തിൽ കളിക്കാനും മണ്ണിൽ കളിക്കാനും മൃഗങ്ങളുമായിട്ട് ഇടപെടാനും പെറ്റ്സിനെ ഫീഡ് ചെയ്യാനും അതുപോലെ മരത്തെ കയറാനും, മനസ്സിലാക്കി വീട്ടിലുള്ള മറ്റു അംഗങ്ങളുമായിട്ട് ഇടപെടാനും കുട്ടികളുമായിട്ട് കൂട്ടുകൂടും. ഇങ്ങനെയുള്ള നാച്ചുറൽ സ്റ്റിമുലേഷനാണ് ഒരു കുട്ടിക്ക് 4 വയസ്സ് വരെ വേണ്ടത്. അത് കിട്ടാതെ ഈ സ്ക്രീനിൽ എക്സ്പോസ്ഡ് ആകുമ്പോഴത്തേനും കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ലാംഗ്വേജ് ഡിലേയും അതുപോലെ ഓട്ടിസമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇന്ന് വളരെയേറെ കൂടുതലായിട്ട് കാണുന്നത്. അതിനെയാണ് നമ്മൾ ഈ വെർച്വൽ ഓട്ടിസം എന്ന് നമ്മൾ ആ ഒരു ടേമിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വെർച്വൽ എക്സ്പോഷർ അല്ലെങ്കിൽ സ്ക്രീൻ എക്സ്പോഷർ കൂടിയതുകൊണ്ട് കുട്ടിക്ക് സാധാരണ പോലുള്ളൊരു കമ്മ്യൂണിക്കേഷനോ ബ്രെയിൻ ഡെവലപ്മെന്റോ കിട്ടാതെ വരും. എങ്ങനെയാണ് ഈ ഓട്ടിസം സെന്റർ എന്നുള്ള ഒരു ആശയത്തിലേക്ക് വരുന്നത്? ഈ ഓട്ടിസം സെന്റർ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് വരാനുള്ള പ്രധാന കാരണം, ഞാൻ ഇതേ ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു പ്രൊഫഷണലാണ്. ഞാൻ ലോകാരോഗ്യ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുറേയേറെ മാതാപിതാക്കൾ ഏകദേശം ഒരു 2007-2008 കാലഘട്ടത്തിൽ എന്നെ വന്ന് കാണുകയും ആ ഒരു കാലഘട്ടത്തിൽ ഈ ഓട്ടിസമോ അല്ലെ ADHD പോലുള്ള ഡെവലപ്മെൻ്റൽ ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക് ശാസ്ത്രീയമായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പികളോ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സോ ഒന്നും ഇല്ലാതിരുന്നൊരു കാലമായിരുന്നു. അപ്പം അവർക്ക് ഇതിനെപ്പറ്റി, ഈ പേരൻസ് ഇതിനെപ്പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും ഇടയായപ്പോൾ അവർ ഇങ്ങനെ ഒരാളുണ്ട്, ഈ ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരാളുണ്ട്. ഞാൻ സെൻസറി ഇൻ്റഗ്രേഷൻ സർട്ടിഫിക്കേഷൻ എല്ലാം എടുത്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് സതേൺ കാലിഫോർണിയ പോയി ഫെലോഷിപ്പ് ചെയ്ത ഒരാളാണ്. അപ്പം അവർ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയത് ആ ഒരു കാലഘട്ടത്തിൽ എന്നെപ്പറ്റി ഒരു ആർട്ടിക്കിൾ വന്നത് അവർ വായിച്ചറിയുകയും ഈ പറയുന്ന ഞാൻ ഈ ലോകാരോഗ്യ സംഘടനയുടെ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്, അതായത് കടലൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഈ പറയുന്ന സുനാമി വിക്ടിംസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കോട്ടയത്തു നിന്നുള്ളൊരു 3-4 പേരൻസ് എന്നെ വന്ന് കാണാനിടയായി. അപ്പോൾ അവർക്ക് അവരുടെ കുഞ്ഞുങ്ങൾ
കുട്ടികൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. അക്കാലത്ത് ഇപ്പോൾ ഓട്ടിസം ADHD വന്നു കഴിഞ്ഞാൽ നേരെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുക എന്നുള്ളതല്ല. അല്ലെങ്കിൽ 7 വയസ്സായി സ്കൂളിൽ വിടാൻ പറ്റില്ല, സ്പെഷ്യൽ സ്കൂളിൽ വിടുക. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ പേരൻസ് എന്നെ വന്ന് കാണുകയും ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാനായിട്ട് എന്നോട് നിർബന്ധിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് ആദ്യം ലീവ് എടുത്തിട്ട് ഇങ്ങനെ കോട്ടയത്ത് ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ ഒരു സ്ഥാപനം സെറ്റപ്പ് ചെയ്യുകയും അന്ന് ഇവിടെ എക്യുപ്മെൻറ്റ്സ് കിട്ടാത്തതുകൊണ്ട് എൻ്റെ ഒരു ബ്രദർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ സാധനങ്ങൾ ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കുറേ സെൻസറി ഇൻ്റഗ്രേഷൻ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് ഈ ക്ലിനിക്കൽ സെറ്റിംഗ് ഇവിടെ തുടങ്ങിയുണ്ടായി. അതിനുശേഷം കുട്ടികൾ വളരെയേറെ മാറ്റങ്ങൾ കാണുകയും കുട്ടികൾ സ്കൂളിലേക്ക് പോകാനും തുടങ്ങി. ഒരു മെയിൻ സ്ട്രീം സ്കൂളിൽ പോയി പഠിക്കാനുള്ള കഴിവുകൾ നേടിയെടുക്കുന്നത് കണ്ടപ്പോൾ കൂടുതൽ കുട്ടികൾ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, ഈ ജോലിയോടൊപ്പം കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ എനിക്ക് ലോങ് ലീവ് കുറേ കൂടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നീട് എനിക്ക് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഈ 4 കുട്ടികൾ തുടങ്ങിയ ഒരു സ്ഥാപനം ഏകദേശം ഇന്ന് 500-600 കുട്ടികൾ ഇപ്പം ഏകദേശം ഇന്ത്യയിലും ദുബായ് ആയിട്ട് ഈ സ്ഥാപനത്തിൽ വരുന്നുണ്ട്. ഓട്ടിസത്തിൽ അല്ലെങ്കിൽ ഓട്ടിസം ഉള്ള കുട്ടികളിൽ പേരൻസിന്റെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പേരൻസിന് ഈ എന്താണ് ഓട്ടിസം ഉണ്ട് എന്ന് അംഗീകരിക്കാൻ, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു സ്പീച്ചിന് കുറച്ച് സമയം എടുക്കുന്നു, ഐ കോണ്ടാക്ട്, ഇങ്ങനെയുള്ള സിംറ്റംസ് എവിഡന്റ് ആയിട്ടും മറ്റുള്ളവർ അതിനുള്ള ഒരു സജഷൻസ് പറയുമ്പോഴും അത് അംഗീകരിക്കാനായിട്ടുള്ള ഒരു സ്റ്റിഗ്മയായിട്ട് കാണുന്ന പേരൻസ് ഇല്ലേ? അപ്പൊ അത് എന്താണ് നമുക്ക് അവിടെ മുതലേ സ്റ്റാർട്ട് ചെയ്യേണ്ട മാറ്റങ്ങൾ? നമ്മൾ സ്റ്റിഗ്മ ഉള്ളതുകൊണ്ട് അൾട്ടിമേറ്റ്ലി ഇത് അഫക്റ്റഡ് ആവുന്ന ഒരു കുഞ്ഞിൻ്റെ ഭാവിയാണ്. അപ്പോൾ ശരിക്കും പേരൻസ് നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്, അത് എങ്ങനെയെങ്കിലും അത് ഓവർകം ചെയ്ത് ആ കുഞ്ഞിൻ്റെ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഒരു രക്ഷകർത്താവിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഈ 2 വയസ്സ് മുതൽ ഈ കുഞ്ഞ് സിംറ്റംസ് കാണിച്ചു തുടങ്ങും. അപ്പോൾ ഈ സിംറ്റംസ് മനസ്സിലാക്കാനും വളരെ പെട്ടെന്ന് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ആൾക്കാർ പേരൻസാണ്. കാരണം സ്കൂളിൽ പോലും ഒരു കുഞ്ഞിനെ കിട്ടുന്നത് 3, 3.5, 4 വയസ്സാവുമ്പോഴാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവർ പറയുന്നത് വെയിറ്റ് ചെയ്യാതെ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് ഉണ്ട്. അത് ഒരു +2 വിദ്യാഭ്യാസമുള്ള എല്ലാ രക്ഷകർത്താക്കൾക്കും അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഓരോ പ്രായത്തിന് പണ്ട് നമുക്ക് തൂക്കം, ഹൈറ്റ് ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ്, കാരണം കുഞ്ഞുങ്ങളുടെ വളരുന്ന സാഹചര്യങ്ങൾ ഡെയിലി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെ കുട്ടികൾക്ക് ഇൻപുട്ട് ഇല്ല, വീട്ടിൽ നിന്ന് സ്റ്റിമുലേഷൻ ഇല്ല, ഭാഷ വരാൻ വീട്ടിൽ സംസാരിക്കുന്നവർ കുറവാണ്. 4 ഭിത്തി, ഒരു കുഞ്ഞ്, ഒരു കാർട്ടൂണ്, ഏതോ ഭാഷ പറയുന്ന ഒരു ജോലിക്കാരി. ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒരു കുഞ്ഞിന് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആകുന്നത്? അപ്പോൾ ആ ഡെവലപ്മെൻറ്റൽ ഡിലേ അതിൻ്റെ റീസൺ എന്ന എല്ലാ വീടുകളിലും ഉണ്ട്. പ്രത്യേകിച്ച് സ്ക്രീൻ ടൈം അഡിക്ഷൻ ഒരുപാടുണ്ട്. രക്ഷകർത്താക്കൾക്ക് സമയമില്ല, ജോലിക്ക് പോയിട്ട് വന്നിട്ട് അവർ ഇപ്പം ഞങ്ങൾ മദേഴ്സിനോട് ചോദിക്കാറുണ്ട് വാട്ട് ഈസ് യുവർ ആവറേജ് സ്ക്രീൻ ടൈം പെർ ഡേ? അപ്പോൾ അവർ പറയുന്നത് 4, 5, 6 hours ആണ്. അപ്പോൾ ഒരു കുഞ്ഞിന് ജോലിക്ക് പോകുന്ന ഒരു അച്ഛനും അമ്മയും കുഞ്ഞ് കണ്ണു തുറന്നിരിക്കുന്നത് രാവിലെ 8 മുതൽ രാത്രി 12 മണി അല്ലെ 11 മണി വരെ. ഇതിനുള്ളിൽ അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോൾ 6 മണി, വീട്ടിലെ ജോലി തീർക്കാൻ ഒരു മണിക്കൂർ, പിന്നെ ഇവർ അവരുടെ സ്ക്രീൻ ടൈം കഴിയുമ്പോഴത്തേക്ക് രാത്രി 10 മണിയാവും. അപ്പം നമുക്കൊരു കോമൺ സെൻസോടുകൂടി ആലോചിച്ചാൽ അറിയാൻ പറ്റും ഇതിനുള്ള സമയം രക്ഷകർത്താക്കൾക്കില്ല. അപ്പം നമ്മൾ ബോധപൂർവം ഈ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റിനെ പറ്റി നമ്മൾ ബോധേഡ് ആയിരിക്കണം. എൻ്റെ കുഞ്ഞ് പ്രായത്തിനൊത്ത് ഭാഷയുണ്ടോ, മൈൽ സ്റ്റോൺസ് എത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും അതോ ഡിലേ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഏർലി ഡിറ്റക്ഷൻ, ഏർലി ഇൻ്റർവെൻഷൻ. 4.5 വയസ്സിൽ ഒരു കുഞ്ഞിന് നിങ്ങൾക്ക് 3 മാസം കൊണ്ട് ഉണ്ടാകുന്ന പുരോഗതി 7 വയസ്സ് കഴിഞ്ഞാൽ 1 വർഷമോ 9 മാസമോ അതിൽ കൂടുതലോ വേണ്ടി വരും. അപ്പോൾ എന്തിനാണ് നമ്മൾ ആ കുഞ്ഞിൻ്റെ ജീവിതവും ബുദ്ധിമുട്ടിക്കുകയാണ്? ട്രീറ്റ്മെൻറ്റ് നോർമലി സ്കൂളിൽ പോയി പഠിക്കേണ്ട ഒരു കുഞ്ഞ് എന്നും തെറാപ്പിയായിട്ട് പോവുകയാണ്. തെറാപ്പി സ്കൂൾ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ആ കുഞ്ഞിനെ നമ്മൾ ഫോഴ്സ്ഫുള്ളി തള്ളിവിടുവാണ്. ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ എടുക്കുന്ന ഒരു പ്രശ്നമായിരുന്നു. 3 വയസ്സിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാൽ 4-4.5 വയസ്സിൽ ആ കുഞ്ഞിന് സ്കൂളിൽ പോകാം. അപ്പോൾ അത് സ്റ്റിഗ്മ എന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ ഭാവിയെ വെച്ച് നമ്മൾ കളിക്കുവാണ്. അതൊരിക്കലും ചെയ്യരുത്. അക്സെപ്റ്റ് ചെയ്യുക,
എത്രയും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുക. കാരണം ഇവിടെ നമ്മൾക്ക് ഇവിടെ വരുന്ന ഡോക്ടേഴ്സ് പേരൻസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇവിടെ ഡെയിലി 400+ ആണ് നമ്മുടെ സ്ട്രെങ്ത്. അതിലൊരു 65 പേരോളം മെഡിക്കൽ ഡോക്ടേഴ്സ് ഉണ്ട്. ജോലിക്ക് പോകാതാണ് ഒരു വർഷം കോട്ടയത്തൊക്കെ വന്ന് നിൽക്കുന്നത്. 6 മാസമൊക്കെ അവർ വീടെടുത്ത് നിന്ന്. കാരണം അവർക്കറിയാം ആ ഏജിനുള്ളിൽ അത് റെക്ടിഫൈ ചെയ്തില്ലെങ്കിൽ പിന്നീട് നമുക്കത് ചെയ്യാൻ പറ്റും. പേരൻസ് കുട്ടികളുടെ കൂടെ വേണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലം നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി എല്ലാവരും രണ്ടുപേരും പാർട്ട്നേഴ്സ് ആയിട്ടുള്ള രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്ക്രീൻ ടൈം കുറയ്ക്കാനും അല്ലെങ്കിൽ അവർക്ക് ഈ കുട്ടികൾക്ക് കൂടുതൽ ആയിട്ടൊരു എന്താണ് അവരുടെ കൂടെ നിൽക്കാനും ഒക്കെ എങ്ങനെയായിരിക്കും? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ നോക്കിയാൽ ഏതെങ്കിലും നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി നോക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ഒബ്സർവ് ചെയ്തേ ഉള്ളൂ, ഹസ്ബൻഡ് ഫോണിൽ, അമ്മ ഫോണിൽ, വൈഫ് ഫോണിൽ, കുഞ്ഞുങ്ങൾ രണ്ട് ടാബിൽ. ഇവരെന്താ ഓർഡർ ചെയ്യുന്നതെന്ന് അമ്മയ്ക്കും അറിയത്തില്ല, അച്ഛനും അറിയത്തില്ല. ഫുഡ് എപ്പോഴാണ് വരുന്നതെന്നും മനഃപൂർവ്വമായിട്ട് ആരും ആ ഒരു ഫുഡ് എൻജോയ് ചെയ്യുന്ന പോലും ഇല്ല. അൾട്ടിമേറ്റ്ലി നമ്മൾ ഫോർ ദ സേക്ക് ഓഫ് ഒരു ഡിന്നറിന് പോയി എന്ന് പറയുന്നതിൽ നല്ലത് പണ്ട് കാലങ്ങളിൽ എങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് വരെ നമ്മൾ നോക്കിയാൽ നമ്മൾ കുട്ടിയെയും കൊണ്ട് പുറത്ത് പോകുമ്പോൾ എൻ്റെ ബാഗിൽ എപ്പോഴും കളറിംഗ് ബുക്ക് ഉണ്ടാവും. കളറിംഗ് ബുക്കോ പസിൽ ബുക്കോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ കുട്ടി ഫുഡ് ഓർഡർ ചെയ്യുന്ന അത്രയും സമയം അവിടെ ഇരുന്ന് കളർ ചെയ്യും, അല്ലെങ്കിൽ സുഡോക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ പസിൽസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ ഫില്ല് ചെയ്യും. അപ്പം നമ്മൾ പേരൻസ് എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ്. എൻ്റെ വേർഷനിൽ ഞാൻ പറഞ്ഞാൽ ഇഫ് യു ഡോണ്ട് ഹാവ് യുവർ ടൈം പ്ലീസ് ഡോണ്ട് ബി എ പേരൻറ്റ്. കാരണം ഒരു കുഞ്ഞ് ഈ ലോകത്ത് വന്ന് ജനിക്കുന്നത് ഒരു അച്ഛനും അമ്മയും കാരണമാണ്. അല്ലാതെ ഈ കുഞ്ഞ് പറയുകയാണ് ഞാൻ ജനുവരി 18-ാം തീയതി പ്രീതി വില്ലയിൽ പോയി ജനിക്കുമെന്ന് പറഞ്ഞ് വരുന്ന ഒരാളല്ല. 2 പേര് അതിനെ വളർത്തിക്കൊള്ളാം ഉത്തരവാദിത്വം എടുക്കുന്നതുകൊണ്ടാണ് ഈ കുഞ്ഞ്. ആ ഒരു ജീവിയെ അല്ലെങ്കിൽ ആ ഒരു ലിവിങ് ഒബ്ജക്റ്റിനെ യാതൊരു രീതിയിലും ടോർച്ചർ ചെയ്യാനുള്ള അവകാശം നമുക്കില്ല, ഒരു രീതിയിലും. അതിനെ ഇൻഡിപെൻഡൻ്റ് ആവുന്നത് വരെ, ഇമോഷണലി ഫിസിക്കലി മെൻ്റലി ഇൻഡിപെൻഡൻ്റ് ആവുന്നത് വരെ അവരെ വളർത്തിക്കോളാം എന്ന് പ്രതിജ്ഞ എടുക്കുന്ന 2 പേരാണ് എന്ത് പറയുന്നത്, പേരൻസ്. അപ്പോൾ ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചത് കാരണം എന്ത് റീസണും ആയിക്കോട്ടെ ആ കുഞ്ഞ് സഫർ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം രക്ഷകർത്താവ് ആവുന്നതിന് മുമ്പ് നമ്മൾ എടുക്കണം. കാരണം മിക്കവാറും പ്രായപൂർത്തിയായവർ തന്നെയാണ് രക്ഷകർത്താക്കളാവുന്നത്. അപ്പോൾ ഇതൊരു നമ്പർ ഓഫ് കുട്ടികളുണ്ടായി ഇങ്ങനെ 1, 2, 3 കുട്ടികൾ ഉണ്ടാവുന്നല്ലോ. ഒരു കുഞ്ഞേ ഉള്ളെങ്കിൽ ആ കുഞ്ഞിന് നിങ്ങൾക്ക് എത്രമാത്രം സമയം കൊടുക്കാനുണ്ട് അത് നമ്മൾ തീരുമാനിക്കുക. എന്നിട്ടിപ്പോൾ ജോലി നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തെന്ന് ആരും പറയുന്നില്ല, ലിമിറ്റ് ചെയ്യുക. ജോലി കഴിഞ്ഞ് വന്നു, 1 മണിക്കൂറേ എൻ്റെ ഇന്ന് ബാക്കി സമയം എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്ന് 2 പേരും ഉത്തരവാദിത്വം എടുക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ വളരെയധികം സഫർ ചെയ്യുന്നത് നിങ്ങൾ കാരണം ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഒരു കുഞ്ഞാണ്. അത് ഡെവലപ്മെൻ്റൽ നീഡ്സ്, കുഞ്ഞുങ്ങളുടെ ലൈഫ്, തെറാപ്പി, അതിന് മുഖ്യധാരയിൽ എത്താനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാരണം തള്ളിക്കളയുന്നത്. മെയിൻ സ്ട്രീമിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഓട്ടിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് കുട്ടികൾ ഒരിക്കലും ഒരു സൈഡിലേക്ക് മാറിപ്പോകാതെ അവരെ തുടർച്ചയായിട്ട് സമൂഹത്തിന്റെ ഓരോ ഭാഗങ്ങളിലും കൃത്യമായിട്ട് അവരെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് വിദ്യാഭ്യാസം. അപ്പം അങ്ങനെ ആ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്കൂളിംഗ് അതിലേക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ജുവലിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇനിഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം മാക്സിമം നമ്പർ ഓഫ് ഒരു കുട്ടി വന്നാൽ അസസ്മെൻ്റ് എടുക്കും. അസസ്മെൻ്റ് എടുത്തിട്ട് പേരൻസിൻ്റെ കൂടെ ഇരുന്ന് നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യും. ഈ ഗോൾസാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഗോൾസ് ഉണ്ടാവും. ഈ ഫയല് അല്ലെങ്കിൽ നമുക്ക് ERP സിസ്റ്റം ഉണ്ട്. ഇതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഇവിടെ പേരൻസിന് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പേരൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യും. ഈ മാസത്തെ ഈ കുഞ്ഞിൻ്റെ ഗോൾസ് ഇത്രയുമാണ്, നമ്മൾ ഇത്രയും ഗോൾസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. പിന്നെ കുട്ടി തെറാപ്പി സെൻറ്ററിൽ 3 മണിക്കൂറേ ഉള്ളൂ, അല്ലെങ്കിൽ 20 മണിക്കൂർ ഒരു കുട്ടി രക്ഷകർത്താവിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒരു തെറപ്പിസ്റ്റിനെ പോലെ തന്നെ രക്ഷകർത്താവ് എക്യുപ്ഡ് ആവേണ്ടത് ആ കുഞ്ഞിൻ്റെ ഭാവിക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നമ്മൾ തുടങ്ങുമ്പോഴും 2008 മുതൽ രക്ഷകർത്താവ് കൂടെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇന്നും 95% സെൻറ്റേഴ്സിന് രക്ഷകർത്താവ് പുറത്താണ്. അത് പക്ഷേ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രസ്സിനെ വളരെ നന്നായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മൾ കുട്ടിയുടെ ഈ ഗോൾസ് പേരൻസിനെ അവെയർ ആക്കുകയും മാക്സിമം നമ്പർ ഓഫ് ഡേയ്സ് സെഷൻസ് നമ്മൾ കൊടുക്കണം. ഇത് നമ്മൾ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യുന്നത്. ഓരോ ഗ്യാപ്സ് ഉള്ള കാര്യങ്ങൾ ട്രെയിൻ ചെയ്യും. അപ്പം ആദ്യം സ്കൂളിംഗ് നമ്മൾ മിക്കവാറും സജസ്റ്റ് ചെയ്യാറില്ല. 3 months അല്ലെങ്കിൽ 4 months കഴിയുമ്പോൾ നമ്മളൊരു അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഇവാലുവേഷൻ എടുക്കും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മനസ്സിലാവും ഇനിഷ്യലി കുട്ടി എത്രമാത്രം പ്രോഗ്രസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ പേരൻറ്റ് കണ്ടുകൊണ്ടിരിക്കുക, ഡെയിലി സെഷൻസിൽ പേരൻറ്റ് കയറുവാണ്. അപ്പോൾ അവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എടുക്കുന്ന എഫേർട്ടും കുട്ടിയിൽ വരുന്ന മാറ്റം.
അപ്പം നമ്മൾ സജസ്റ്റ് ചെയ്യും ഓക്കെ ഇന്ന കാര്യങ്ങൾ അച്ചീവ് ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടി പതുക്കെ സ്കൂളിൽ പോയി തുടങ്ങും. അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യും ആഴ്ചയിൽ ഒരു ദിവസം സ്കൂളിൽ പോവുക, 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം തെറാപ്പിക്ക് വരും. അങ്ങനെ നമ്മൾ സ്കൂളിങ് കൂട്ടി വരും. ഓരോ 3 മാസമോ 2 മാസമോ കൂടുമ്പോൾ സ്കൂളിങ് കൂട്ടി തെറാപ്പി സെഷൻസ് കുറയ്ക്കും. അങ്ങനെ കംപ്ലീറ്റ്ലി സ്കൂളിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ തെറാപ്പിസ്റ്റ് പഠിക്കും. ടീച്ചേഴ്സ് ഇന്ന് റിപ്പോർട്ട്സ് എടുത്തിട്ട് അത് മാത്രമായിട്ട്, കാരണം ഇവിടെ എല്ലാം 1-on-1 സെഷനാണ്, ഇവിടെ ഗ്രൂപ്പായിട്ട് എടുക്കുന്നത് ബാക്ക് ടു സ്കൂളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പ്രശ്നങ്ങൾ പഠിച്ചിട്ട് ഈ കുട്ടിയെ നമ്മൾ ചില കുട്ടികൾക്ക് നോട്ട്സ് കോപ്പി ചെയ്യുമ്പോൾ സ്ലോ ആണ്, ചില കുട്ടികൾക്ക് 45 മിനിറ്റ് മറ്റു കുട്ടികളെ പോലെ ഇരിക്കാൻ പറ്റുന്നില്ല, ചിലർക്ക് ടോയ്ലറ്റിൽ പോകേണ്ടപ്പോൾ പറയാൻ അറിയത്തില്ല. അപ്പോൾ ഇത് സ്പെസിഫിക്കലി നമ്മൾ മനസ്സിലാക്കും. അത് മാത്രമായിട്ട് കുട്ടിയെ ട്രെയിൻ ചെയ്ത് പതുക്കെ തെറാപ്പി കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾ ബാക്ക് ടു സ്കൂളിലേക്ക് ഒന്ന് ഇരുത്തും. ഞങ്ങൾക്ക് ബാക്ക് ടു സ്കൂളുണ്ട്. അപ്പോൾ ബാക്ക് ടു സ്കൂളിൽ എല്ലാ നമ്മുടെ ഒരുപാട് വെറൈറ്റി പ്രോഗ്രാംസാണ്. ഇവരെ എല്ലാ സോഷ്യൽസ്, ഇപ്പം നമുക്ക് ഒരു ദിവസം നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ 2 മണിക്കൂർ സ്ലോട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യും. അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ കുട്ടികളായിരിക്കും വരുന്നത്. അപ്പോൾ ഇവർക്ക് വിഷ്വൽ ക്യൂസ് എടുത്ത് നിങ്ങൾ ഇന്ന സാധനം പോയി ഷോപ്പ് ചെയ്യുക, പൈസ കൊടുക്കുക, കറൻസി കോൺസെപ്റ്റ് മനസ്സിലാവും. അപ്പോൾ ഒത്തിരി എക്സ്റ്റേണൽ പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ സോഷ്യൽ ലൈഫ്, അതുപോലെ പേരൻസിനോട് നമ്മൾ പറയും നിങ്ങൾ എല്ലാ സാഹചര്യങ്ങളിലും കുട്ടിയെ കൊണ്ടുപോകണം, പള്ളി കൊണ്ടുപോകണം. ബഹളം ഉണ്ടായിക്കോട്ടെ, അപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ടുപോകുമ്പോൾ ബഹളം വരും, പക്ഷേ പിറ്റേ പ്രാവശ്യം കുട്ടി അതോടെ ഇവർക്ക് ജനറലൈസ് ചെയ്യാനും സാഹചര്യങ്ങളായിട്ട് അഡാപ്റ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവരുടെ സെൻസറി ഇൻപുട്സ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പം ആ ഫിൽറ്റേഴ്സിലൊക്കെ നമ്മൾ കേൾക്കുന്ന പോലെ ആയിരിക്കത്തില്ല അവർ സൗണ്ട് കേൾക്കുന്നതും സ്മെല്ലും ഒക്കെ അവരെ എഫക്റ്റ് ചെയ്യും. അപ്പം അതുകൊണ്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ പതുക്കെ സ്കൂളിങ്ങിലേക്ക് കമാൻഡ്സ് കൊടുക്കും. കമാൻഡ് കൊടുക്കുമ്പോൾ കുട്ടി ടോയ്ലറ്റിൽ പോകണം, കമാൻഡ് കൊടുക്കുമ്പോൾ ഫുഡ് കഴിക്കണം. ആ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ സ്കൂളിലേക്ക് വിടും. അപ്പം കോട്ടയം ജുവലിൽ 36 സ്കൂളുകളിലാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത്. ഇവിടുത്തെ എല്ലാ ലീഡിങ് സ്കൂൾസിലും ഞങ്ങളുടെ കുട്ടികൾ സ്കൂളുകളല്ല, ഒരാൾ പോലും സ്പെഷ്യൽ സ്കൂളിങ്ങിൽ പോകുന്നില്ല എന്നുള്ളത് തന്നെയല്ല. ഈ വർഷം നമ്മുടെ കുട്ടികളിൽ ഓൾമോസ്റ്റ് ഒരു സ്കൂളിംഗ് ഏജായ കുട്ടികൾ എല്ലാം തന്നെ ജനറൽ എക്സാം, എൻട്രൻസ് എക്സാം എഴുതിയാണ് LKG അവർക്ക് അഡ്മിഷൻ കിട്ടിയത്. യാതൊരു സ്പെഷ്യൽ ചൈൽഡ് ആണെന്നുള്ള ലെറ്റർ പോലും ഞങ്ങൾ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഇല്ലാത്ത കുട്ടികളോട് ഞങ്ങൾ തിരിച്ചു വരിക, എന്താണോ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്ത് നിങ്ങൾ അടുത്ത വർഷം സ്കൂളിൽ ട്രൈ ചെയ്യുക. പക്ഷേ ഈ വർഷം ഞങ്ങൾ ഭയങ്കര അതിശയമായിപ്പോയി. ഇവിടുത്തെ ലീഡിങ് സ്കൂൾസിലെല്ലാം നോർമൽ സ്ട്രീമിൽ തന്നെ അവർക്ക് അഡ്മിഷൻ കിട്ടി, അടുത്ത ജൂണിലേക്കുള്ളത്. അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട്.